ബ്രഹ്മൻ കൃഷ്ണകഥാ പുണ്യ മാതിർലോകമലാപഹ ഓണദൃക്കേതൃണ്മാനം സുതജ്ഞോ നിത്യനൂതന. ഭഗവാന്റെ കഥകൾ നവമാണ്. എപ്പോഴും പുതുതായിട്ട് അങ്ങനെ തോന്നും. അതാണ് ഒരു ഭാഗവതം കേട്ട് കഴിഞ്ഞാൽ പിന്നെ ഭാഗവതത്തിനാക്കാം. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരിക്കൽ കേട്ടാൽ മതിയാവില്ല, പിന്നെയും കേൾക്കണം അങ്ങനെ തോന്നും. അതാണ് ധരിക്കുകിൽ വേണ്ടെന്നായി തോന്നിയിലും ധരിക്കുവാൻ ഞെരുക്കമുണ്ടാക്കി തീർക്കും കല്ലു വേണമോ എന്ന് ഭാഗവതം ഗുരുനാഥൻ പാടേണ്ട കാരണം എപ്പോഴും നവമായിട്ടാണ് അതങ്ങനെ തോന്നുക. അതുകൊണ്ടാണ് ശിശുക ബ്രഹ്മർഷിയുടെ പരീക്ഷിത മഹാരാജാവ് പറഞ്ഞ ഗുരുനാഥ കോണതൃപ്തിർവാനം സുതജ്ഞോ നിത്യനൂതന. എപ്പോൾ അത് പുതുതായിട്ടേ തോന്നുള്ളൂ. അങ്ങനെയുള്ള ഭഗവാന്റെ കഥകൾ ആ വിവാഹക്കാര്യം ഒന്ന് വിസ്തരിച്ച് പറയണേ എന്ന് പറയുമ്പോഴാണ് ആ വിദർഭ മഹാരാജ്യത്ത് ഭീഷ്മകൻ എന്ന രാജാവിന് 5 പുത്രന്മാരും ഒരു പുത്രി ഉണ്ടായിരുന്നതാണ്. രുക്മരഥൻ, രുക്മബാഹു തുടങ്ങിയ രുക്മകേശൻ, രുക്മമാലി തുടങ്ങിയ 5 പുത്രന്മാരും രുക്മിണി എന്ന പേരുള്ള ഒരു മകളും ഉണ്ടായിരുന്നു. രുക്മിണിയാണ് ശ്രീമന്തപുത്രൻ. അപ്പോൾ ശ്രീമന്തപുത്രൻ അടുത്ത കിരീടാവകാശി ആയതുകൊണ്ട് രാജകുടുംബത്തിൽ പ്രത്യേകിച്ചൊരു സ്വാധീന ശക്തിയൊക്കെ ഉണ്ടാവും. ആ രുക്മിണി ഒരു തീരുമാനമെടുത്തു. തങ്ങളുടെ ആ ഓമന സഹോദരിയെ ശിശുപാലന് വിവാഹം ചെയ്ത് കൊടുക്കാൻ എന്നങ്ങനെ തീരുമാനിച്ചു. വിദർഭരാജാവിന് വലിയ തൃപ്തിയൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അടുത്ത കിരീടാവകാശിയാണ്, ഇതിനായിട്ടുള്ള തർക്കമൊന്നും വേണ്ടെന്ന് വിചാരിച്ച് ആമോനാനുവാദം കൊടുക്കുകയും ചെയ്തു. അങ്ങനെ കഴിയുമ്പോഴാണ് രുക്മിണി ദേവി വിവരം അറിഞ്ഞു. എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ടായി. ശ്രീകൃഷ്ണ ഭഗവാനെ കുറിച്ച് കേട്ട കഥ മാത്രമേ ഉള്ളൂ. അതാണ് അഷ്ടപത്നിമാരിൽ രുക്മിണി ദേവി മാത്രമേ ഭഗവാനെ കാണാതെ വിവാഹം കഴിച്ചിട്ടുള്ളൂ എന്ന് പറയും. ബാക്കിയുള്ളവരൊക്കെ നേരത്തെ കാണുകയൊക്കെ ചെയ്തിട്ടുണ്ട്. കാണാതെ വിവാഹം ഇപ്പം ഇവിടെ ഉണ്ടായിട്ടുള്ളൂ. അങ്ങനെ ആ വിവാഹം ഭഗവാനെ കുറിച്ച് അറിഞ്ഞതുകൊണ്ട് ഭഗവാനെ തന്നെ വിവാഹം ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായി എന്നാണ് ജ്ഞാനാനന്ദ സരസ്വതി പോലുള്ള മഹാത്മാക്കൾ പറയണു. കൃഷ്ണാവതാരവും രാമാവതാരവും തമ്മിൽ ബന്ധങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ആ രാമാവതാര കാലത്തെ സീതാദേവി തന്നെയാണ് രുക്മിണി ആയിട്ട് മഹാലക്ഷ്മിയായ ആ രുക്മിണിയുടെ അവതാരമായിട്ട് ഉണ്ടായത് എന്നങ്ങനെ പറയും. അങ്ങനെയാണ് രുക്മിണി എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ടായി. നിരാശപ്പെട്ടിട്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് സ്വയംവരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുകയാണ് തകൃതിയായിട്ട്. പന്തലിടലും ആൾക്കാർ വരലും ഘോഷമായി അങ്ങനെ നടക്കുകയാണ്. എന്താ ചെയ്യേണ്ടത് നിശ്ചയില്ലാണ്ടായപ്പോഴാണ് ആ ഒരു ബ്രാഹ്മണനെ കണ്ടുമുട്ടിയെന്ന്. ബ്രാഹ്മണൻ വന്ന് ചോദിച്ചു, എന്താ രാജകുമാരി ഇങ്ങനെ മ്ലാനിയായിട്ട് ഇരിക്കുന്നപ്പോൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ബ്രാഹ്മണൻ പറഞ്ഞു, ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം, ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ഒരു സന്ദേശം തരികയാണെങ്കിൽ ഞാനത് കൃഷ്ണഭഗവാന്റെ അടുത്ത് എത്തിക്കാം ദ്വാരകയിൽ എന്നങ്ങനെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ രുക്മിണി ഒരു സന്ദേശം കൊടുത്തയച്ചു എന്നൊക്കെയാണ് പറയും. 7 ശ്ലോകങ്ങളിലാണ് ആ സന്ദേശം ഭാഗവതത്തിൽ അങ്ങനെ പറയുന്നത്. സന്ദേശം കൊണ്ട് ബ്രാഹ്മണൻ നേരെ വിട്ടു, സമയമൊന്നും കളയാതെ. ദ്വാരക രാജധാനിയിൽ ചെന്നപ്പോൾ ഭാഗ്യത്തിന് ഭഗവാൻ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇന്ദ്രപ്രസ്ഥത്തിലൊന്നും പോയിട്ടേ ഇല്ല, അവിടെ തന്നെ ഉണ്ട്. സമാധാനമായി ബ്രാഹ്മണനെ ഭഗവാൻ വേഗം സ്വീകരിച്ചിരുത്തി. എന്താ വന്നത് എന്നല്ല ആദ്യം ചോദിച്ചത്. അതാണ് വേറൊരു രഹസ്യം. ഭഗവാൻ ചോദിച്ചേ, ബ്രാഹ്മണ വരൂ ഇരിക്കൂ. ആ താൻ തന്നെ ഇരിക്കുന്ന ആ സ്വർണത്തിന്റെ ആ കസേല പോലെയുള്ള ആ രഥത്തിൽ ആ സീറ്റിലങ്ങനെ ആസനത്തിലങ്ങനെ ഇരുത്തി ആ സ്വീകരണ പൂജകളൊക്കെ ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണനെ സന്തോഷിപ്പിച്ച് സ്വീകരിച്ചു. എന്നിട്ട് ചോദിച്ചു, ബ്രാഹ്മണ സ്വധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ആദ്യം വന്ന കാര്യം എന്നല്ല ചോദിച്ചത്, സ്വധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ ചെയ്യുന്നില്ലേ? അങ്ങനെ ഏത് രാജ്യത്തു നിന്നാണ് വരുന്നത്? അവരതിന് ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ എന്നങ്ങനെ ചോദിച്ചപ്പോൾ തൊഴുകൈയോട് കൂടിയിട്ട് ബ്രാഹ്മണൻ പറഞ്ഞു, ഞാൻ സ്വധർമ്മങ്ങളൊക്കെ വേണ്ട പോലെ അനുഷ്ഠിക്കുന്നുണ്ട് ഭഗവാനെ എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ സന്തോഷമായി. അതപ്പോൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നമ്മൾ പേടിക്കണേ. ആദ്യം ചോദിക്കുക, സ്വധർമ്മങ്ങൾ വേണ്ട പോലെ ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കും. ഇപ്പം എന്താ പറയാം, അതുകൊണ്ട് പോയാലിപ്പോൾ കുറച്ച് പേടിയാണ്. എന്താ ഇപ്പം ചെയ്യാം? ഭഗവാൻ ആദ്യം ഇതാ ചോദിക്കാം. ബ്രാഹ്മണൻ പറഞ്ഞു, ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു. സന്തോഷമായി ഭഗവാൻ. എന്നാൽ എനിക്ക് വന്ന കാര്യം പറയുമെന്ന് പറഞ്ഞപ്പോഴാണ് ആ രുക്മിണിയുടെ
സന്ദേശം കൊണ്ടങ്ങനെ. അപ്പോൾ ഭഗവാന് ഓർമ്മ വന്നു എന്നാണ് ചില മഹാത്മാക്കൾ പറയുന്നത്. പൂർവ അവതാര സ്മൃതികൾ ഉണ്ടായി. ഭഗവാൻ ആ ബ്രാഹ്മണനോട് പറഞ്ഞു, ബ്രാഹ്മണൻ പറഞ്ഞു സന്ദേശം അങ്ങ് തന്നേക്കാം ഇവിടത്തേക്ക് എന്ന് പറഞ്ഞപ്പോൾ ഭഗവാന്റെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണല്ലോ. ഭഗവാൻ ബ്രാഹ്മണനോട് പറഞ്ഞു പൊട്ടിച്ച് വായിച്ചോളൂ എന്നങ്ങനെ പറഞ്ഞു. അങ്ങനെ ഭഗവാൻ അതങ്ങനെ പറഞ്ഞതുകൊണ്ട് രഹസ്യമായിട്ട് രുക്മിണി ഭഗവാൻ എഴുതിയ കത്ത് ഭാഗവത്തിൽ വന്നതോട് പരസ്യമായി. നമുക്ക് എല്ലാവർക്കും വായിക്കാനുള്ള വാക്യം ഉണ്ടായത്. അതിൽ ആ 7 ശ്ലോകങ്ങളിലായിട്ടാണ് അവിടെ അങ്ങനെ പറയാം. ഭഗവാനോട് ആ രുക്മിണി ദേവി പറയും, വിവാഹ കാര്യങ്ങളൊക്കെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്നു. അതുകൊണ്ട് നരശ്രേഷ്ഠനായിട്ടുള്ള ഭഗവാനെ തന്നെ കാലേ നരലോകമനോഭിരാമം, ഭഗവാൻ തന്നെ നേരത്തെ കാലത്തെ വന്ന് എന്റെ പാണിഗ്രഹണം ചെയ്യണം എന്നങ്ങനെ അപേക്ഷിക്കുകയാണ്. അതല്ലെങ്കിൽ ശിശുപാലൻ എന്ന കുറുക്കന്റെ നിവേദ്യമായിട്ട് ഞാൻ മാറും, അതിന് ഇടം കൊടുക്കരുത് എന്നങ്ങനെ ആവശ്യപ്പെടുന്നു. പിന്നെ എങ്ങനെയാണ് വിവാഹം, എപ്പോഴാണ് വേണ്ടത് ആ പാണിഗ്രഹണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആ കത്തിൽ. ഞങ്ങൾ വിവാഹ ദിവസം ഞങ്ങളുടെ ഇവിടുത്തെ സമ്പ്രദായ പ്രകാരം അടുത്തുള്ള ഞങ്ങളുടെ കൊട്ടാരത്തിൽ തന്നെയുള്ള അംബികാ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുക എന്നുള്ളൊരു നടപടിയുണ്ട്. താലി കെട്ടുന്നതിന് മുന്നേ ആ സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധിക എന്ന ആ അമ്മയുടെ തിരുമുന്നിൽ പോയിരുന്ന് തൊഴുന്നൊരു സമ്പ്രദായമുണ്ട്. ആ സമയത്ത് ഞാനുണ്ടാവും അവിടെ, കുറച്ച് വയസ്സായിട്ട് സ്ത്രീകളും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവും. ആ സമയത്ത് ഞാൻ ആ അമ്മയെ തൊഴുതു മടങ്ങുന്ന സമയത്ത് പാണിഗ്രഹണം ചെയ്യണം എന്നൊക്കെയാണ് ഇവിടെ അങ്ങനെ ഏൽപ്പിച്ച് വെക്കുന്നത് ഭഗവാനോട്. ആ അന്തഃപുരത്തിൽ നിന്ന് ഏറെ ആൾക്കാരുണ്ടാവും. ആ സമയത്ത് എന്നെ അവിടെ വെച്ച് വിവാഹം ചെയ്യണം, പിന്നെ പാണിഗ്രഹണം ചെയ്യണം എന്നൊക്കെ അങ്ങനെ പറഞ്ഞു വെക്കും. കത്ത് കിട്ടിയ ഉടനെ ഭഗവാന് പൂർവ അവതാര സ്മൃതികൾ ഉണ്ടായതുകൊണ്ട് വേഗം ആ ബ്രാഹ്മണനെയും കൂട്ടിയിട്ട് അങ്ങനെ കുണ്ടിനത്തിലേക്ക്, വിദർഭ രാജ്യത്തിലേക്ക് അങ്ങനെ പോവുകയാണ്. കുണ്ടിനമാണ് വിദർഭ രാജ്യത്തിന്റെ തലസ്ഥാനം. അവിടത്തേക്ക് അങ്ങനെ പോയി. അപ്പോഴാണ് ബലഭദ്രസ്വാമി അവിടെ ഉണ്ടായിരുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ ബലഭദ്രസ്വാമി വന്നു. എവിടെ കൃഷ്ണൻ ചോദിച്ചപ്പോഴാണ് ഇങ്ങനെ ഒരു ബ്രാഹ്മണൻ വന്നിട്ടുണ്ടായിരുന്നു, കൂടെ പോയി കാര്യമൊന്നും പറഞ്ഞിട്ടില്ല എന്ന് അംഗരക്ഷകർ പറഞ്ഞത്. ബലഭദ്രസ്വാമിക്ക് കാര്യം മനസ്സിലായി. വേഗം ആവശ്യത്തിനുള്ള സൈന്യങ്ങളുമായിട്ട് അങ്ങനെ പോയി എന്നാണ് പറയുന്നത്. അനുജന്തി എന്തെങ്കിലും അപകടം വരുമെന്ന് ഭയന്നിട്ടാണ് ആ ഭാദ്രവത്സരനായിട്ടുള്ള ബലഭദ്രസ്വാമി വേഗം പോയി. അവിടെ എങ്ങനെ എത്തി, ഭഗവാൻ വന്നിട്ടുണ്ടെന്ന് അങ്ങനെ അറിഞ്ഞപ്പോ വിദർഭ മഹാരാജാവിന് സന്തോഷമായി, സ്വീകരിച്ചു. എല്ലാവരും വിചാരിച്ചു ഭഗവാൻ ഒരു സ്വയംവരം കാണാൻ വേണ്ടി വന്ന ആളാണെന്നാണ് പലരും ധരിച്ചത്. അങ്ങനെ ഭഗവാനൊരു പ്രത്യേക സ്ഥാനം, ഒരു ഭവനൊക്കെ താമസിക്കാനായിട്ട് ഏർപ്പാടൊക്കെ ചെയ്തു വിദർഭ രാജാവ്. പിന്നീട് ആ നമസ്തേ തു അംബികേ വിഷ്ണം സ്വസന്താനയുതാം ശിവം ഉയ്യാൽപദന്മേ ഭഗവാൻ കൃഷ്ണസ്തനുമോദതാം. ആ അമ്മയെ തൊഴുത് വരുന്നതായ സമയത്ത് രുക്മിണി പത്രികയിൽ പറഞ്ഞതുപോലെ തന്നെ ആ രുക്മിണിയുടെ പാണിഗ്രഹണം ചെയ്തു. ആ രഥത്തിലേക്ക് അങ്ങനെ കയറ്റിയതാണ്. താം രാജകന്യാം രഥമാരുരുക്ഷതീം ജഘാരകൃഷ്ണോ ദിഷതാം സമീക്ഷതാം രഥം സമാരോപ്യ സുവർണലക്ഷണം രാജന്യചക്രം പരിഭൂയ മാധവ എന്നങ്ങനെ കാണാം.